റെക്കോർഡ് ഹൈയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ഇൻഡെക്സ് 24,123 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. തുടക്കത്തിൽ ഇന്ത്യൻ ഇൻഡെക്സ് 24,236 എന്ന ലെവലിലേക്ക് ഉയർന്നെങ്കിലും മാർക്കറ്റിന് മോർണിംഗിൽ ലഭിച്ച അഡ്വാൻറ്റേജ് നിലനിർത്താൻ സാധിക്കാത്തതുകൊണ്ട് ഇൻഡെക്സിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ഇൻഡെക്സ് 24,123 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 18 പോയിൻറ്റിൻ്റെ ഇടിവ് മാത്രമേ നിഫ്റ്റിയിൽ കാണുന്നുള്ളൂ. അതേസമയം മാർക്കറ്റിൽ ഇന്ന് ബിയറിഷ് ട്രെൻഡ് പല സെക്ടറുകളിലും പ്രകടമായിരുന്നു. പ്രത്യേകിച്ചും ബാങ്കിങ്, FMCG സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബിയറിഷ് ട്രെൻഡ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. IT, മീഡിയ, റിയാലിറ്റി തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ബ്രോഡർ മാർക്കറ്റിൽ മിഡ് ക്യാപ് ഇൻഡെക്സ് 0.57% ഇടിയുകയും സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.07% ഉയരുകയും ചെയ്തു. മാർക്കറ്റ് ബ്രെഡ്ത്ത് പരിശോധിച്ചാൽ 2047 സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റവും 1871 സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും പ്രകടമായിരുന്നു. ഇന്ന് അലൈഡ് ബ്ലെൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റിലേഴ്സ് എന്ന കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റായി. 12.97% അപ്സൈഡ് മൊമെൻറ്റം സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. ഇഷ്യൂ പ്രൈസായ 281 നിന്നും സ്റ്റോക്ക് 317 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. ഇന്നത്തെ ദിവസം ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ വന്നത് PSU ബാങ്കിംഗ് ഇൻഡെക്സിലാണ്. PSU ബാങ്കിംഗ് ഇൻഡെക്സ് 1.81% ഇടിഞ്ഞു. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ബാങ്കിംഗ് സ്റ്റോക്കുകളിൽ 2 മുതൽ 1% ഇടിവ് പ്രകടമായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് പരിശോധിച്ചാൽ സൗത്ത് കൊറിയയിൽ നിന്നുള്ള ഇൻഫ്ലേഷൻ ഡീസൻ്റ് ആയതുകൊണ്ട് ഇന്ന് പല ഏഷ്യൻ സ്റ്റോക്കുകളും ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. അതേസമയം യൂറോപ്പിൻ്റെ ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ന് വൈകിട്ട് വരാനിരിക്കെ യൂറോപ്യൻ മാർക്കറ്റിൽ കോഷ്യസ് അപ്രോച്ച് കാണാൻ സാധിച്ചു. കൂടാതെ അമേരിക്കയുടെ ലേബർ മാർക്കറ്റ് ഡാറ്റ ഈ ആഴ്ച വരാനിരിക്കെ അമേരിക്കൻ മാർക്കറ്റിലും ഒരു കോഷ്യസ് അപ്രോച്ച് പ്രകടമാണ്. പ്രത്യേകിച്ചും ഫെഡ് റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പ്ലാനിനെ ലേബർ മാർക്കറ്റ് ഡാറ്റ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട്. കഴിഞ്ഞ ദിവസം വന്ന US മാനുഫാക്ചറിംഗ് PMI ഡാറ്റ മാർക്കറ്റിന് അനുകൂലമാണ്. മാനുഫാക്ചറിംഗ് PMI കോൺട്രാക്റ്റ് ആകുന്നത് ഇൻഫ്ലേഷൻ കൺട്രോളിലാകുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഏറെക്കുറെ പ്രതീക്ഷിക്കാമെന്നാണ് മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഓട്ടോമൊബൈൽ കമ്പനികളുടെ സെയിൽസ് റിപ്പോർട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ കാണാൻ സാധിച്ചു. മാരുതി സുസുക്കി 0.06% ഇടിഞ്ഞു. മാരുതി സുസുക്കിയുടെ പ്രൊഡക്ഷൻ 1,37,133 യൂണിറ്റിൽ നിന്നും 2.9% ഇടിഞ്ഞ് 1,33,095 യൂണിറ്റിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജൂൺ മാസത്തെ പ്രൊഡക്ഷൻ കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ഫ്ലാറ്റ് നെഗറ്റീവ് പെർഫോമൻസ് കാണാൻ സാധിച്ചത്. ടാറ്റ മോട്ടോഴ്സ് ഡീഗ്രോത്ത് ആണ് സെയിൽസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റായി സ്റ്റോക്കിൽ നിന്ന് 1.76% ഇടിവുണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ 80,383 യൂണിറ്റ് വെഹിക്കിളുകൾ സെയിൽസ് ചെയ്തെടുത്ത് ഇപ്പോൾ 74,147 യൂണിറ്റ് വെഹിക്കിളുകൾ മാത്രമാണ് സെയിൽസ് ചെയ്യാൻ സാധിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൽ ഇടിവ് പ്രകടമായിരുന്നു. ഏഷ്യർ മോട്ടോറിൻ്റെ സെയിൽസ് ഡാറ്റ നോക്കുകയാണെങ്കിൽ അവിടെ 5% ഇടിവുണ്ട്. 2023 ജൂൺ മാസത്തിൽ 77,109 യൂണിറ്റ് മോട്ടോർ വെഹിക്കിളുകളായിരുന്നു അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളുകളായിരുന്നു ഏഷ്യർ മോട്ടോർ സെയിൽസ് ചെയ്തത്. അതിപ്പോൾ 73,141 യൂണിറ്റിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. TVS മോട്ടോഴ്സിൻ്റെ സെയിൽസ് ഡാറ്റ നോക്കിയാൽ അവിടെ നേരിയ രീതിയിലുള്ളൊരു വർധനവ് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ 3,16,411 യൂണിറ്റുകളായിരുന്നു സെയിൽസ് ചെയ്തത്. അതിപ്പോൾ 3,33,646 യൂണിറ്റുകളായി ഉയർന്നിട്ടുണ്ട്. ഹീറോ മോട്ടോർ കോർപ്പിൻ്റെയും സെയിൽസിൽ വർധനവുണ്ടായിട്ടുണ്ട്. മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ സെയിൽസ് 4,36,993 യൂണിറ്റിൽ നിന്നും 5,03,448 യൂണിറ്റിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് മൂവ്മെൻറ്റ് കാണാൻ സാധിച്ച ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്ന് L&T എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ L&T എനർജി ഹൈഡ്രോ കാർബൺ എന്ന കമ്പനിക്ക് ONGCയുടെ സൈഡിൽ നിന്നും ഓർഡറുകൾ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് L&T എന്ന സ്റ്റോക്ക് 2.86% ഉയർന്നത്. DCX സിസ്റ്റം എന്ന കമ്പനിക്ക് L&Tയുടെ സൈഡിൽ നിന്നും 1,250 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ DCX സിസ്റ്റം 13.23% ഉയർന്നു. NMDCയുടെ പ്രൊഡക്ഷൻ ഡേറ്റയ്ക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് സ്റ്റോക്കിൽ വരികയും സ്റ്റോക്ക് 2.7% ഇടിയുകയും ചെയ്തു. NMDCയുടെ അയറൺ ഓർ പ്രൊഡക്ഷൻ 2023 ജൂൺ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 3.48 മില്യൺ ടണ്ണിൽ നിന്നും 3.37 മില്യൺ ടണ്ണിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. ഫെനോഫൈബ്രേറ്റ് എന്ന ഡ്രഗ് ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ചൈനീസ് നാഷണൽ മെഡിക്കൽ പ്രൊഡക്റ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ അപ്രൂവൽ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ
IOL കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ എന്ന സ്റ്റോക്ക് 4.8% ഉയർന്നു. CSB ബാങ്കിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിൽ സ്റ്റോക്ക് 1.47% ഉയർന്നു. CSB ബാങ്കിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് 22.24% ഉയരുകയാണ് ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.